നമ്മൾ ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ഷാഫി. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഇൻഫർമേഷൻ ടെക്നോളജിയിലെ സെക്കൻഡറി സ്റ്റോറേജ് എന്ന ഒരു ഭാഗമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു ഭാഗമാണ്. സെക്കൻഡറി മെമ്മറി വിളിക്കുന്ന മറ്റൊരു പേരാണ് ഓക്സിലറി മെമ്മറി. നമുക്കറിയാം കമ്പ്യൂട്ടർ മെമ്മറി രണ്ടായിട്ടാണ് ക്ലാസ് ചെയ്തിരിക്കുന്നത്, പ്രൈമറി എന്നും സെക്കൻഡറി എന്നും. ഈ പ്രൈമറി മെമ്മറിയുടെ ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, സെക്കൻഡറി മെമ്മറിയെ ഉപയോഗിക്കുന്നത്. സെക്കൻഡറി മെമ്മറി വിളിക്കുന്ന മറ്റൊരു പേരാണ് ഓക്സിലറി മെമ്മറി. സെക്കൻഡറി മെമ്മറിക്ക് എക്സാമ്പിളാണ് മാഗ്നറ്റിക് ടേപ്പ്. നമ്മൾ പണ്ട് റെക്കോർഡിങ്ങിനൊക്കെ ഉപയോഗിച്ചിരുന്ന ടേപ്പർ മാഗ്നറ്റിക് ടേപ്പ്. പിന്നീട് മാഗ്നറ്റിക് ഡിസ്ക്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഹാർഡ് ഡിസ്ക് എന്നൊക്കെ പറയാം. കമ്പ്യൂട്ടറിനകത്ത് ഉപയോഗിക്കുന്ന ഹാർഡ് ഡിസ്ക്, ഫ്ലോപ്പി ഡിസ്ക്, പിന്നെ ഒപ്റ്റിക്കൽ സ്റ്റോറേജ്, CD, DVD, നമ്മുടെ പെൻ ഡ്രൈവ്, ഫ്ലാഷ് ഡ്രൈവ്, പെൻ ഡ്രൈവ് എന്നൊക്കെ നമ്മൾ പറയുന്ന ഫ്ലാഷ് ഡ്രൈവ്, മെമ്മറി കാർഡ്, ഇതെല്ലാം എന്തിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന സെക്കൻഡറി സ്റ്റോറേജിന് എക്സാമ്പിളാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. കമ്പ്യൂട്ടറിന് പ്രൈമറി രണ്ട് മെമ്മറീസാണ് പ്രധാനമായിട്ടുള്ളത്, ഒന്ന് പ്രൈമറി മെമ്മറിയും സെക്കൻഡറി മെമ്മറിയും. ഈ പ്രൈമറി മെമ്മറിയുടെ ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ കൂടുതലായിട്ട് ഡേറ്റാസിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, സെക്കൻഡറി സ്റ്റോറേജ് ഉപയോഗിക്കുന്നത്. കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട സെക്കൻഡറി സ്റ്റോറേജ് ആണ് ഹാർഡ് ഡിസ്ക് ഉണ്ട്, CD, DVD, പെൻ ഡ്രൈവ്, മെമ്മറി കാർഡ്, ഇതെല്ലാം എന്തിന് എക്സാമ്പിളാണ്, സെക്കൻഡറി സ്റ്റോറേജിന് എക്സാമ്പിളാണ്. സെക്കൻഡറി സ്റ്റോറേജിന് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെർമനൻറ്റ് സ്റ്റോറേജ് ആണ്. അതായത് അവിടെ നമുക്ക് ഡേറ്റയെ എക്കാലവും സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കുന്ന രീതിയിലാണ് അത് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് നോൺ വോളറ്റൈൽ നേച്ചറാണ്. അതായത് പവർ പോയാലൊന്നും സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസിൽ നിന്ന് ഡേറ്റ നഷ്ടപ്പെടത്തില്ല. അതുകൊണ്ടാണ് നോൺ വോളറ്റൈൽ എന്ന് പറഞ്ഞത്. പവർ പോയാലും സെക്കൻഡറി സ്റ്റോറേജിനകത്തുള്ള ഡേറ്റാസ് ഒന്നും നഷ്ടപ്പെടത്തില്ല. നമുക്കതിനകത്ത് ഓരോ ഡിവൈസും എടുത്ത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിച്ച് പോകാം. ഓക്കെ, നമുക്ക് CPU-നകത്തുള്ള ഒരു ഭാഗമാണ് ഇത് ഹാർഡ് ഡിസ്ക്. കമ്പ്യൂട്ടറിനകത്തുള്ള ഒരു ഭാഗമാണ് നമ്മുടെ ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത്. നോക്കി, ഹാർഡ് ഡിസ്കിൻ്റെ സ്ട്രക്ചർ ആണ് ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു ഷേപ്പിലുള്ള ഈ പറഞ്ഞിരിക്കുന്ന റൗണ്ട് ഷേപ്പിലുള്ള കുറേയേറെ പ്ലേറ്റ്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന രീതിയാണ് ഇത് ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത്. ഇനി ഹാർഡ് ഡിസ്കിൻ്റെ ഹാർഡ് ഡിസ്കിന് നമ്മൾ പ്രധാനമായിട്ടും രണ്ടായിട്ട് അതിൻ്റെ ഭാഗങ്ങളെ നമുക്ക് രണ്ടായിട്ട് പറയാം. ഹാർഡ് ഡിസ്ക് ഈസ് ഡിവൈഡഡ് ഇൻറ്റു ട്രാക്ക് ആൻഡ് സെക്ടേഴ്സ്. ഹാർഡ് ഡിസ്കിനെ നമ്മൾ എന്തായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ട്രാക്ക് ആൻഡ് സെക്ടർ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. PSC ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഓർമ്മിപ്പിക്കാം. ദ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് ട്രാക്ക് ആൻഡ് സെക്ടർ ഇൻ എ ഹാർഡ് ഡിസ്ക് ഈസ് കാൾഡ് ഡാഷ്. PSC ചോദ്യമായിരുന്നു, ദ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് ട്രാക്ക് ആൻഡ് സെക്ടർ ഇൻ എ ഹാർഡ് ഡിസ്ക് ഈസ് കാൾഡ് ഡാഷ്. ആൻസർ വന്നത് ഫോർമാറ്റിംഗ് എന്നാണ്. അപ്പം ഹാർഡ് ഡിസ്കിനെ സംബന്ധിച്ചോളം ഹാർഡ് ഡിസ്കിനകത്ത് ട്രാക്കും സെക്ടറും ഉണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട പോർഷനാണ് ട്രാക്കും സെക്ടറും. ഇപ്പോൾ ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ ഞാൻ പറയുകയാണ്. പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് ട്രാക്ക് ആൻഡ് സെക്ടർ ഇൻ എ ഹാർഡ് ഡിസ്ക്, PSC ചോദ്യമായിരുന്നു. ആൻസർ വന്നത് ഫോർമാറ്റിംഗ് എന്നാണ്. നമുക്ക് ജസ്റ്റ് നോക്കാം എന്താണ് ട്രാക്ക്. ഹാർഡ് ഡിസ്കിനകത്ത് ജസ്റ്റ് ഈ സ്ട്രക്ചർ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഹാർഡ് ഡിസ്കിനകത്ത് ഇതേത്തരം റൗണ്ട് ഷേപ്പിലുള്ള കുറേ ഡിസ്കസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നടുക്ക് ഒരു സ്പിൻഡിലുണ്ടായിരിക്കും, അതിനകത്തോട്ടായിരിക്കും ഇങ്ങനെ വെച്ചിരിക്കുന്നത്. നോക്കി, ഹാർഡ് ഡിസ്കിനകത്ത് പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഹാർഡ് ഡിസ്കിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു ട്രാക്കും ഉണ്ട് സെക്ടറും ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് ഡിഫൈൻ ചെയ്യുകയാണ്. ഇൻ എ മാഗ്നറ്റിക് ഡിസ്ക് ഡേറ്റ ഈസ് ഓർഗനൈസ്ഡ് ഓൺ ദ പ്ലേറ്റ് ഇൻ എ കോൺസെൻട്രേറ്റഡ് സെറ്റ് ഓഫ് റിംഗ് കോൾഡ് ട്രാക്ക്. ജസ്റ്റ് ഒരു വരയ്ക്കുവാണെങ്കിൽ ഇതൊരു ഹാർഡ് ഡിസ്കിൻ്റെ ഇതാണെങ്കിൽ ഈ ഹാർഡ് ഡിസ്കിനകത്ത് കുറേയേറെ ട്രാക്സ് ഉണ്ടായിരിക്കും. ഞാനിപ്പോൾ വരച്ചിരിക്കുന്നതിനെ വിളിക്കുന്ന പേരാണെന്ത്, ട്രാക്ക്. നമുക്കിതിനെന്ത് വിളിക്കാം, ഹാർഡ് ഡിസ്കിനകത്ത് ട്രാക്ക്, ഹാർഡ് ഡിസ്കിൻ്റെ ട്രാക്ക് എന്ന് പറയാം. അപ്പോൾ ഹാർഡ് ഡിസ്കിനകത്ത് ഇന്നെ മാഗ്നറ്റിക് ഡിസ്ക് ഡേറ്റ ഈസ് ഓർഗനൈസ്ഡ് ഓൺ എ പ്ലേറ്റർ ഇൻ എ കോൺസെൻട്രിക് സെറ്റ് ഓഫ് റിങ്സ്. ഇങ്ങനെയുള്ള ഈ ഒരു റിങ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ട്രാക്ക്. ഈ ട്രാക്കിന് നമ്മൾ പിന്നെയും സ്മോളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ട്രാക്കിനെ നമ്മൾ പിന്നെയും ചെറുതായിട്ട് ഡിവൈഡ് ഉണ്ട്. ഇതിനെ വിളിക്കുന്ന പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാം സെക്ടേഴ്സ് എന്നാണ്. എന്താണ്, സെക്ടേഴ്സ്. അപ്പോൾ ഹാർഡ് ഡിസ്കിനെ നമ്മൾ എന്തായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ട്രാക്കായിട്ടും ട്രാക്കെന്നും സെക്ടർ എന്നും പറഞ്ഞ ഹാർഡ് ഡിസ്കിൻ്റെ രണ്ട് ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത് ഹാർഡ് ഡിസ്കിനകത്ത് ഞാൻ പറയും ഇതേത്തരം ഡിസ്ക് ഷേപ്പുള്ള ഒരുപാട് ഡിസ്കസ് എവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഹാർഡ് ഡിസ്കിനകത്ത് സ്പിൻഡിനകത്ത് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഹാർഡ് ഡിസ്കിനകത്ത് ഞാൻ പറഞ്ഞു ഹാർഡ് ഡിസ്കിൻ റൗണ്ട് ഷേപ്പിൽ എന്ന് വിളിക്കുന്ന പേരെന്താണ്, ട്രാക്ക്. അതുകൂടാതെ തന്നെ നമുക്ക് എന്തുണ്ട്, സെക്ടറും ഹാർഡ് ഡിസ്കിനകത്തുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഡെഫിനിഷനാണ്, ഇൻ എ മാഗ്നറ്റിക് ഡിസ്ക് ഡേറ്റ ഈസ് ഓർഗനൈസ്ഡ് ഓൺ എ പ്ലേറ്റർ ഇൻ എ കോൺസെൻട്രിക് സെറ്റ് ഓഫ് റിങ്സ് കോൾഡ് എന്ന് വിളിക്കാം, ട്രാക്ക് എന്ന് വിളിക്കാം. ദ സ്മോളസ്റ്റ് ഇൻഡിവിജ്വൽ അഡ്രസ്സബിൾ യൂണിറ്റ് ഓഫ് എ ഇൻഫർമേഷൻ സ്റ്റോർഡ് ഓൺ എ ഹാർഡ് ഡിസ്ക്. അപ്പം ഈ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ട് ഉള്ള ഒരു യൂണിറ്റ്, ഹാർഡ് ഡിസ്കിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ളൊരു യൂണിറ്റ്, നമുക്ക് വിവരങ്ങൾ ശേഖരിച്ച് വെക്കാനുള്ള ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള യൂണിറ്റ് ആണ് ഇത് നമ്മുടെ ഈ സെക്ടർ എന്ന് പറയും. ഇപ്പം ഇവിടെ ആയിരിക്കും ഡേറ്റാസിനെയൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. പിന്നീട് നമുക്ക് ഹാർഡ് ഡിസ്കിൻ്റെ അടുത്ത
നോക്കി, ഇത് കുറച്ചുകൂടെ ക്ലാരിറ്റി ഉള്ള ഒരു ഫിഗറിലേക്ക് നോക്കും, കുറച്ചുകൂടെ ക്ലാരിറ്റി ആയിട്ട് മനസ്സിലാകും. ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് എന്ത് ട്രാക്ക് എന്ന് പറയുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്ന ഭാഗത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? സെക്ടേഴ്സ് എന്ന് വിളിക്കുന്നു. അപ്പം നോക്കി, ഹാർഡ് ഡിസ്കിൻ്റെ ട്രാക്കും സെക്ടറിൻ്റെ ഒരു ഫിഗർ റെപ്രസെൻറ്റേഷനാണ് കാണിച്ചിരിക്കുന്നത്. ഈ ഒരു സർക്കിളിനെ, ഇങ്ങനെയുള്ള ഈ റൗണ്ട് സർക്കിളിനെല്ലാം പൊതുവെ വിളിക്കുന്ന പേരെന്താണ്? ട്രാക്ക് എന്നാണ്. ഈ പറഞ്ഞിരിക്കുന്ന മഞ്ഞ കളർ കൊണ്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് സെക്ടേഴ്സാണ്. ഓരോരോ സെക്ടേഴ്സ്, ഇതൊരു സെക്ടറാണ്, ഇതൊരു സെക്ടറാണ്. ഓക്കെ ആണോ? ഇനി എന്താണ് ക്ലസ്റ്റർ എന്ന് നോക്കാം. ഈ പറഞ്ഞിരിക്കുന്ന സെക്ടേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്ലസ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ഈ ഹാർഡ് ഡിസ്കിനകത്ത് നമ്മൾ പറഞ്ഞു ട്രാക്ക് ഉണ്ട്, സെക്ടർ ഉണ്ട്. ഓക്കെ ആണോ പറഞ്ഞത്? ഈ ട്രാക്കിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ് എന്താണ് ഓരോ ട്രാക്കിനെ നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? സെക്ടേഴ്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ സെക്ടേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പിനെയാണ്, ഈ സെക്ടേഴ്സിൻ്റെ ഇങ്ങനെയുള്ള സെക്ടേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്ലസ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പം ഹാർഡ് ഡിസ്കിനകത്തുള്ള കാര്യമാണ് പറഞ്ഞത്. ഹാർഡ് ഡിസ്കിനകത്ത് ഇത്തരത്തിൽ ഡിസ്ക് ഷേപ്പായിരിക്കും ഹാർഡ് ഡിസ്കിനകത്ത് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിനകത്തുള്ള ട്രാക്കുകളുണ്ട്, സെക്ടേഴ്സുണ്ട്, ക്ലസ്റ്റേഴ്സുണ്ട്. ട്രാക്ക് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സർക്കിളിനെ, ഇങ്ങനെ വരച്ചിരിക്കുന്ന സർക്കിളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ട്രാക്ക് എന്ന് വിളിക്കുന്നത്. ആ ട്രാക്കിനെ അഗെയിൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സെക്ടേഴ്സ് എന്ന് വിളിച്ചിട്ടുണ്ട്. ഈ സെക്ടേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്ലസ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം, ഹാർഡ് ഡിസ്കുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൺഫ്യൂസിംഗ് ആയിട്ട് സാധാരണ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ തിരിഞ്ഞു പോകുന്നൊരു കാര്യമാണ് സീക്ക് ടൈം എന്താണ്, ലേറ്റൻസി ടൈം എന്താണ് ആക്സസ് ടൈം അല്ലെങ്കിൽ ട്രാൻസ്ഫർ ടൈം. ഇത് മൂന്നും ഈ ഹാർഡ് ഡിസ്കുമായി ബന്ധപ്പെട്ട് തിരിഞ്ഞു പോകുന്ന ടേംസ് ആണ്. അതായത് സീക്ക് ടൈം, ലേറ്റൻസി, ട്രാൻസ്ഫർ ടൈം. നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ ഹാർഡ് ഡിസ്കിൻ്റെ ആദ്യം ഒന്ന് പറഞ്ഞതിന് ശേഷം ഡെഫിനിഷനിലേക്ക് പോകാം. ഇതാണ് ഹാർഡ് ഡിസ്കിൻ്റെ സ്ട്രക്ചർ എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഈ പറഞ്ഞിരിക്കുന്ന ടേംസിലേക്കാണ് ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ, സീക്ക് ടൈം, ലേറ്റൻസി, ട്രാൻസ്ഫർ ടൈം. ഇത് മൂന്നും എന്താണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആ ഫിഗറിലേക്ക് തന്നെ വരാം. ഫിഗർ വെച്ചിട്ട് ഫസ്റ്റ് പറഞ്ഞുതരാം. ഈ ഹാർഡ് ഡിസ്കിൻ്റെ ഇപ്പം ഈ സ്ട്രക്ചറാണ് കാണിച്ചിരിക്കുന്നത്. ഈ ഹാർഡ് ഡിസ്കിനകത്ത് നിന്ന് ഡേറ്റാസിനെ എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഹെഡ് ഉണ്ട്. ഇതിന് നമുക്ക് റീഡ് റൈറ്റ് ഹെഡ് എന്ന് വിളിക്കാം. അതായത് ഹാർഡ് ഡിസ്കിനകത്ത് ഇത്തരത്തിലൊരു ഹെഡ് ഉണ്ടായിരിക്കും. ഒരു മൂവബിൾ ആയിട്ടുള്ള ഒരു ഹെഡ് ഹാർഡ് ഡിസ്കിനകത്ത് ഇങ്ങനെ ഉണ്ടായിരിക്കും. ഒരു ഹെഡാണിത്. ഇതിനെ നമുക്ക് എന്താ ചെയ്യാം? റീഡ് റൈറ്റ് ഹെഡ് എന്ന് പറയാം. ഇതും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹാർഡ് ഡിസ്ക് എപ്പോഴും ഹാർഡ് ഡിസ്ക് ഷേപ്പുള്ള ഒബ്ജക്റ്റ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. ആ സമയത്ത് ഒരു സ്പെസിഫിക് പീസ്, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഒരു ട്രാക്കിനെ, ഹാർഡ് ഡിസ്കിനെ ഈ പറഞ്ഞിരിക്കുന്ന റീഡ് റൈറ്റ് ഹെഡ് ഒരു ട്രാക്കിനെ ഫൈൻഡ് ചെയ്യാൻ എടുക്കുന്ന ടൈം എന്താണെന്ന് വെച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? സീക്ക് ടൈം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ് ഡിസ്കിനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ റീഡ് റൈറ്റ് ഹെഡ് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ട്രാക്കിനെ ഫൈൻഡ് ചെയ്യാൻ എടുക്കുന്ന സമയത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അതിൻ്റെ സീക്ക് ടൈം എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണോ? ഇനി രണ്ടാമത്തേത് ലേറ്റൻസി ടൈം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന ട്രാക്കിനെ ഫൈൻഡ് എടുക്കുന്ന സമയമാണെന്ന് വിളിക്കുന്നത് സീക്ക് ടൈം എന്ന് പറഞ്ഞു. ഇനി ആ ട്രാക്കിനകത്ത് നമുക്കറിയാം, ട്രാക്കിന് നമ്മൾ പിന്നെ എന്തായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? സെക്ടേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണോ? ആ സെക്ടേഴ്സിനകത്തായിരിക്കും ഡേറ്റ ഇരിക്കുന്നത്. ഓക്കെ ആണോ പറഞ്ഞത്? ഈ പറഞ്ഞിരിക്കുന്ന സെക്ടേഴ്സിനെ ഫൈൻഡ് എടുക്കുന്ന സമയമാണ് ഈ ലേറ്റൻസി ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഹാർഡ് ഡിസ്കുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട 3 ടേംസാണ്. ഒന്ന് സീക്ക് ടൈം, 2 ലേറ്റൻസി ടൈം, 3 ട്രാൻസ്ഫർ ടൈം. അതിൽ ആദ്യം പറഞ്ഞത് സീക്ക് ടൈമാണ്. എന്താണ് സീക്ക് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡ് ഡിസ്കിൻ്റെ റീഡ് റൈറ്റ് ഹെഡ് ഒരു ഡേറ്റ ഇരിക്കുന്ന ട്രാക്കിനെ ഫൈൻഡ് ചെയ്യാൻ എടുക്കുന്ന സമയമാണ് സീക്ക് ടൈം എന്ന് പറയുന്നത്. ഓക്കെ. രണ്ടാമത്തത് എന്താണ് ലേറ്റൻസി ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡ് ഡിസ്കിൻ്റെ കൺട്രോളർ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന റീഡ് റൈറ്റ് ഹെഡ് അതിൻ്റെ ആ ഡേറ്റ ഇരിക്കുന്ന കൃത്യമായിട്ടുള്ള സെക്ടറിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ എടുക്കുന്ന ടൈമാണ് ഈ പറഞ്ഞിരിക്കുന്ന ലേറ്റൻസി ടൈം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റൊട്ടേഷൻ ഡിലേ എന്ന് പറയും. ലേറ്റൻസി ടൈം നമുക്ക് റൊട്ടേഷണൽ ഡിലേ എന്നും പറയാൻ കഴിയും. ഇനി നമുക്ക് ഡെഫിനിഷനോട് നോക്കിയേ. സീക്ക് ടൈം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടൈം ടേക്കൺ ബൈ ദ ആംസ് ടു മൂവ് ദ റെക്കോർഡ് ട്രാക്ക്. അതായത് നമുക്ക് എവിടെയാണോ ഡേറ്റ വെച്ചിരിക്കുന്നത്, ഉദാഹരണം പറഞ്ഞാൽ ഹാർഡ് ഡിസ്ക് എന്നുള്ള വരയ്ക്കാണ്. ഈ പറഞ്ഞിരിക്കുന്ന ഒരു ഹാർഡ് ഡിസ്കിനെ നമ്മൾ ഓരോ സെക്ടേഴ്സായിട്ടും ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പം ഇതാണ് ഈ പറഞ്ഞിരിക്കുന്ന റീഡ് റൈറ്റ് ഹെഡ്. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഡിസ്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞിരിക്കുന്ന റീഡ് റൈറ്റ് ഹെഡും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൂവ് ചെയ്തിട്ട് ഏത് ട്രാക്കിലാണോ നമ്മൾ ഉദ്ദേശിക്കുന്ന ഡേറ്റ ഇരിക്കുന്ന ഏത് ട്രാക്കിലാണോ ആ ട്രാക്കിനെ, ഇപ്പം ഇത് ട്രാക്ക് നമ്പർ 2 ആണ് സപ്പോസ് ചെയ്ത്, ട്രാക്ക് നമ്പർ 1, ഇത് 2, ഇത് 3 അങ്ങനെയാണ് സപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഡേറ്റ ഇരിക്കുന്ന ട്രാക്ക് നമ്പർ 2 ആണെങ്കിൽ ആ 2വിനെ ഫൈൻഡ് ചെയ്യാൻ എടുക്കുന്ന സമയത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സീക്ക് ടൈം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി നമുക്കറിയാം ഹാർഡ് ഡിസ്കിനകത്ത് ട്രാക്കുകൾ
മാത്രമല്ല എന്തുകൊണ്ട് സെക്ടേഴ്സും ഉണ്ട്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ട്രാക്ക് നമ്പർ 2 ഏത് സെക്ടറിനകത്താണ് ഡേറ്റ ഇരിക്കുന്നതെന്ന് ആ സെക്ടറിനെ ഐഡന്റിഫൈ എടുക്കുന്ന സമയത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റൊട്ടേഷണൽ ലേറ്റൻസി അല്ലെങ്കിൽ എന്താണ് റൊട്ടേഷണൽ ഡിലേ അല്ലെങ്കിൽ ലേറ്റൻസി ടൈം എന്നൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യാറുണ്ട്. ഇപ്പോൾ 2 ഡെഫിനിഷൻസ് ഇപ്പോൾ വായിക്കുമ്പോൾ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നോക്കാം. സീക്ക് ടൈം എന്ന് പറഞ്ഞാൽ ടൈം ടേക്കൺ ബൈ ദ ആംസ് മൂവ് ടു ദ റെക്കോർഡ് ട്രാക്ക്. ഈ ആംസ് മീൻസ് ഉദ്ദേശിക്കുന്നത് എന്താണ്, റീഡ് റൈറ്റ് ഹെഡിനെയാണ് ആംസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണോ പറഞ്ഞത്? രണ്ടാമത്തെ കേസിലേക്ക് നോക്കിയാൽ റൊട്ടേഷണൽ ലേറ്റൻസി ആണ്. ഇറ്റ് ഈസ് ദ ടൈം ടേക്കൺ ബൈ ദ ആംസ് ടു റീച്ച് ദ റെക്കോർഡ് സെക്ടർ ഇൻ എ ട്രാക്ക്. അതായത് നമ്മുടെ ഡേറ്റ എവിടെയാണോ ഇരിക്കുന്നത് ആ സെക്ടറിനെ ഫൈൻഡ് ചെയ്തെടുക്കുന്ന സമയമാണ് ഇത് റൊട്ടേഷണൽ ലേറ്റൻസി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ട്രാൻസ്ഫർ ടൈം ആണ്. ട്രാൻസ്ഫർ ടൈം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ടൈം ടു ട്രാൻസ്ഫർ. ഇറ്റ്സ് ദ ടൈം ടു ട്രാൻസ്ഫർ ദ ഡേറ്റ. അത് ഒരു ഡേറ്റയെ ഹാർഡ് ഡിസ്കിൽ നിന്ന് വേറെ ഏതെങ്കിലും സ്ഥലത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ എടുക്കുന്ന സമയമാണ് നമ്മൾ ട്രാൻസ്ഫർ ടൈം എന്ന രൂപത്തിൽ പറയുന്നത്. ഓക്കെ ആണോ? ഈ ട്രാൻസ്ഫർ ടൈം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഹാർഡ് ഡിസ്കിൻ്റെ റൊട്ടേറ്റിംഗ് സ്പീഡിനെ ആശ്രയിച്ചിരിക്കുന്നു. ഹാർഡ് ഡിസ്കിൻ്റെ റൊട്ടേറ്റിംഗ് സ്പീഡിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഹാർഡ് ഡിസ്ക് വളരെ ഫാസ്റ്റായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന ഹാർഡ് ഡിസ്ക് ആണെങ്കിൽ അതിൻ്റെ ട്രാൻസ്ഫർ ടൈം വളരെ കുറവായിരിക്കും. അതിൽ വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് ഡേറ്റയെ എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അതാണ് ട്രാൻസ്ഫർ ടൈം. ട്രാൻസ്ഫർ ടൈം ഞാൻ ഒന്നുകൂടെ പറയാം. ട്രാൻസ്ഫർ ടൈം ഈസ് ദ ടൈം ടു ട്രാൻസ്ഫർ ദ ഡേറ്റ. ഒരു ഡേറ്റയെ ഹാർഡ് ഡിസ്കിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാനെടുക്കുന്ന സമയത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ട്രാൻസ്ഫർ ടൈം എന്ന് വിളിക്കുന്നത്. ഈ ട്രാൻസ്ഫർ ടൈം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ റൊട്ടേറ്റിംഗ് സ്പീഡ് ഓഫ് ദ ഡിസ്ക് ആൻഡ് നമ്പർ ഓഫ് ബൈറ്റ്സ് ടു ബി ട്രാൻസ്ഫർഡ്. എത്ര ബൈറ്റിനെ ട്രാൻസ്ഫർ ചെയ്തു അല്ലെങ്കിൽ അതിൻ്റെ റൊട്ടേറ്റിംഗ് സ്പീഡിനെയൊക്കെ ആശ്രയിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ 3 ടേംസും കൺഫ്യൂഷൻ ഇല്ലാതെ മനസ്സിലായിട്ടെന്ന് വിശ്വസിക്കുന്നു. സീക്ക് ടൈം, റൊട്ടേഷണൽ ലേറ്റൻസി, ട്രാൻസ്ഫർ ടൈം. അതിനകത്ത് സീക്ക് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഹാർഡ് ഡിസ്കിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ട്രാക്ക് എന്നും സെക്ടർ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിനകത്ത് ട്രാക്കിനെ ഫൈൻഡ് എടുക്കുന്ന സമയമാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് സീക്ക് ടൈം എന്നാണ്. ആ ഒരു ട്രാക്കിനകത്ത് സെക്ടേഴ്സ് ഉണ്ടായിരിക്കും. ഇന്ന ട്രാക്കിനകത്തുള്ള ഇന്ന സെക്ടറിനെ ഐഡൻറ്റിഫൈ എടുക്കുന്ന അല്ലെങ്കിൽ അതിലേക്ക് എത്താൻ എടുക്കുന്ന സമയമാണ് ഇത് റൊട്ടേഷണൽ ലേറ്റൻസി, അല്ലെങ്കിൽ ഇതിനെ തന്നെയാണ് റൊട്ടേഷണൽ ഡിലേ എന്നും പറയാറുണ്ട്. റൊട്ടേഷണൽ ലേറ്റൻസി എന്ന് മാത്രമല്ല റൊട്ടേഷണൽ ഡിലേ എന്നും പറയാറുണ്ട്. ട്രാൻസ്ഫർ ടൈം എന്ന് പറഞ്ഞാൽ ഒരു ഡേറ്റയെ ഹാർഡ് ഡിസ്കിൽ നിന്ന് വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് കൈമാറ്റം ചെയ്യാനെടുക്കുന്ന സമയമാണ് ഇത് ട്രാൻസ്ഫർ ടൈം എന്ന് പറയുന്നത്. ഇതെന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, ഡിപ്പെൻഡിങ് അപ്പോൺ ദ സ്പീഡ് ഓഫ് ദ ഹാർഡ് ഡിസ്ക്. ഹാർഡ് ഡിസ്കിൻ്റെ സ്പീഡിനെ ആശ്രയിച്ചിരിക്കുന്നു. ഹാർഡ് ഡിസ്ക് മനസ്സിലായിട്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി ഹാർഡ് ഡിസ്കുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നത് ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യുന്ന കണക്ടേഴ്സിനെ സംബന്ധിക്കുന്നത്. ഹാർഡ് ഡിസ്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കണക്ടേഴ്സ്, പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഹാർഡ് ഡിസ്ക് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കണക്ടറാണ്, പണ്ട് ഉപയോഗിച്ചൊരു കണക്ടറാണ് പാറ്റ എന്ന് പറയും. പാറ്റ, PATA. അതായത് പാരലൽ അഡ്വാൻസ്ഡ് ടെക്നോളജി അറ്റാച്ച്മെൻറ്റ് എന്നാണ് പാറ്റ കേട്ടോ. പാരലൽ അഡ്വാൻസ്ഡ് ടെക്നോളജി അറ്റാച്ച്മെൻറ്റ്. അത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയി നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന കണക്ടറാണ് സാറ്റ കണക്ടേഴ്സാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. സാറ്റ കണക്ടർ, അത് സീരിയൽ അഡ്വാൻസ്ഡ് ടെക്നോളജി അറ്റാച്ച്മെൻറ്റ്. സാറ്റ കണക്ടേഴ്സാണ് നമ്മളിപ്പം ഹാർഡ് ഡിസ്ക് കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കണക്ടറായിരുന്നു അതായത് പാരലൽ അഡ്വാൻസ്ഡ് ടെക്നോളജി അറ്റാച്ച്മെൻറ്റ്. ഇപ്പോൾ ഉപയോഗിക്കുന്ന കണക്ടറാണ് സാറ്റ. സാറ്റ എന്ന് പറഞ്ഞാൽ സീരിയൽ അഡ്വാൻസ്ഡ് ടെക്നോളജി അറ്റാച്ച്മെൻറ്റ് എന്നാണ്. അപ്പോൾ ഹാർഡ് ഡിസ്ക് മനസ്സിലായിട്ടെന്ന് വിശ്വസിക്കുന്നു. ഹാർഡ് ഡിസ്ക് ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസാണ്. നോക്കാം നമുക്ക് അടുത്ത കാര്യത്തിൽ. അടുത്ത സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസാണ് ഫ്ലോപ്പി ഡിസ്ക്. ഫ്ലോപ്പി ഡിസ്ക് ഇപ്പോൾ നമ്മളങ്ങനെ ഉപയോഗിക്കുന്നില്ല. പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് ആയിരുന്നു ഫ്ലോപ്പി ഡിസ്ക്. ഇത് കണ്ടെത്തിയത് അലൻ ഷുഗർട്ട് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ്. ഫ്ലോപ്പി ഡിസ്ക് വാസ് ഡിസ്കവേർഡ് ബൈ അലൻ ഷുഗർട്ട് ആണ്. ഇതിൻ്റെ സൈസൊക്കെ PSC മിക്കവാറും എക്സാംസിന് ചോദിച്ചിട്ടുള്ളതാണ്. ഫ്ലോപ്പി ഡിസ്കിൻ്റെ സൈസ് എത്രയാണെന്നൊക്കെ. കോമൺ ഫ്ലോപ്പി ഡിസ്കിൻ്റെ സൈസ് 3.5 ഇഞ്ചസ് ആണ്. അതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റിയും ചോദ്യം സാധ്യതയുള്ള മേഖലയാണ്. 1.44 MB ആണ്. അത് കൃത്യമായി ഓർത്ത് വെക്കുക. ഇതിൻ്റെ സൈസ് 3.5 ഇഞ്ചസ് ആണ്. ഫ്ലോപ്പിയുടെ സൈസ് 3.5 ഇഞ്ചസ് ആണ്. ഇത് കണ്ടെത്തിയത് അലൻ ഷുഗർട്ടാണ്. ഇതിൻ്റെ കപ്പാസിറ്റി അതും ചോദ്യം വന്നിട്ടുള്ളതാണ്. 1.44 MB ആണ് ഇതിൻ്റെ കപ്പാസിറ്റി. MB ആണ് കേട്ടോ, 1.44 MB. The part of the computer where the floppy disk are inserted is known as ഫ്ലോപ്പി ഡിസ്ക് ഡ്രൈവ്. ഫ്ലോപ്പി ഇടുന്ന കമ്പ്യൂട്ടറിൻ്റെ ഭാഗത്തെ വിളിക്കുന്ന പേരെന്താണെന്ന് വെച്ചാൽ ഫ്ലോപ്പി ഡിസ്ക് ഡ്രൈവ് എന്നാണ്. അപ്പോൾ ഫ്ലോപ്പി ഇടുന്ന കമ്പ്യൂട്ടർ ഭാഗത്തെ വിളിക്കുന്ന പേര് ഫ്ലോപ്പി ഡിസ്ക് ഡ്രൈവ് എന്നാണ്. അതിൻ്റെ കപ്പാസിറ്റി 1.44 MB ആണ്. അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 3.5 ഇഞ്ചസ് ആണ്. ഡിസ്കവർ ചെയ്തത് അലൻ ഷുഗർട്ട് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. ഇപ്പം അങ്ങനെ നമ്മൾ ഫ്ലോപ്പി അങ്ങനെ ഉപയോഗിക്കാറില്ല. നോക്കി അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 1.44 MB മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളങ്ങനെ ഇപ്പം ഉപയോഗിക്കാറില്ല. അടുത്ത് നമുക്ക് ഒപ്റ്റിക്കൽ ഡിസ്കിലേക്ക് വരാം. ഒപ്റ്റിക്കൽ ഡിസ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് CD, DVD, ബ്ലൂറേ ഈ 3 കാര്യങ്ങളായിരിക്കും പ്രധാനമായിട്ട് വരുന്നത്. CD എന്ന് പറയുമ്പോൾ നമുക്കറിയാം കോമ്പാക്റ്റ് ഡിസ്ക്കാണ്. CD-യുടെ സൈസ് അല്ലെങ്കിൽ CD-യുടെ സൈസ് എന്ന് പറയുമ്പോൾ നമുക്കതിൻ്റെ ഡയമീറ്റർ പറഞ്ഞു കഴിഞ്ഞാൽ 12 സെൻറ്റിമീറ്ററാണ്.
CD ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 12 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 650 മുതൽ 750 MB വരെയൊക്കെ, അതായത് 650 മുതൽ 750 MB വരെയൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള CD, അത്രയേ ഉള്ളൂ കപ്പാസിറ്റി ആർക്കുള്ളത്, CD-ക്കുള്ളത്. പിന്നെ CD-യിൽ നിന്ന് നമ്മൾ നേരെ എന്തിലേക്ക് വന്നു, DVD-യിലേക്ക് വന്നു. DVD എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ വെർട്ടസൈൽ ഡിസ്ക് എന്നാണ് ഇതിൻ്റെ അബ്രിവേഷൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. DVD അബ്രിവേഷനൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ വെർട്ടസൈൽ ഡിസ്ക് എന്നാണ് ഈ പറഞ്ഞിരിക്കുന്ന ആദ്യകാലത്ത് ഇതിൻ്റെ അബ്രിവേഷൻ നമ്മൾ ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്ന ഡിജിറ്റൽ വീഡിയോ ഡിസ്ക് എന്നുള്ള അബ്രിവേഷനാണ്. പിന്നീട് അതിന് ശേഷം മാറ്റം വന്നിട്ടുണ്ട്, ഡിജിറ്റൽ വെർട്ടസൈൽ ഡിസ്ക് എന്ന അബ്രിവേഷനിലേക്കാണ് പോയിട്ടുള്ളത്. അപ്പം DVD പ്രത്യേകത എന്ന് പറഞ്ഞാൽ സൈസ് സെയിം ആണ്. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഡയമീറ്റർ നമുക്ക് എന്ത് തന്നെ പറയാം, 12 സെൻറ്റിമീറ്ററിന് ഡയമീറ്റർ പറയാം. പക്ഷേ കപ്പാസിറ്റി കുറച്ചുകൂടി ഹൈ ആണ്. 4.7 GB വരെയൊക്കെയുള്ള കപ്പാസിറ്റി, 4.7 GB അതിന് മുകളിലോട്ടൊക്കെയുള്ള DVD-കൾ അവൈലബിൾ ആണ്. അപ്പം നമ്മൾ കോമൺലി ഉള്ള കപ്പാസിറ്റിയാണ് പറയുന്നത്. കോമൺലി DVD കപ്പാസിറ്റിയാണ് ഇത് 4.7 GB. CD കപ്പാസിറ്റി 650 വരുന്ന CD-കളുണ്ട്, 750 MB വരെയൊക്കെയുള്ള CD-കൾ കോമൺലി ഉണ്ട്. പിന്നെ നമുക്ക് പറയാൻ കഴിയുന്നത് ബ്ലൂറേ ഡിസ്ക്കാണ്. ബ്ലൂറേ ഡിസ്കിനെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഹൈ കപ്പാസിറ്റിയാണ്. ബ്ലൂറേ ഡിസ്ക് കുറച്ചുകൂടെ ഹൈ കപ്പാസിറ്റിയാണ്. 25 GB, അതായത് ഒരു സിംഗിൾ ലെയർ ബ്ലൂറേ ഡിസ്ക് ആണെങ്കിൽ അതിനകത്ത് 25 GB വരെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയും. ഡബിൾ ലെയർ ആകുമ്പോൾ കുറച്ചുകൂടെ ഇതിൻ്റെ ഡബിളായിട്ട് നമുക്ക് ഡേറ്റാസിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയും. ഇതിന് ഈ 3 കാര്യങ്ങളുടെ പ്രത്യേകത നമ്മൾ ഒറ്റ കാറ്റഗറിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഒപ്റ്റിക്കൽ ഡിസ്ക് എന്നാണ് പറഞ്ഞത്. ഒപ്റ്റിക്കൽ ഡിസ്ക് എന്ന രീതിയിലാണ് പറഞ്ഞത്. നമ്മൾ ഹാർഡ് ഡിസ്ക് പഠിപ്പിച്ച സമയത്ത് നമ്മൾ ഹാർഡ് ഡിസ്ക്, ഈ പറഞ്ഞിരിക്കുന്ന ഫ്ലോപ്പി ഡിസ്ക്, മാഗ്നറ്റിക് ടേപ്പ്, ഇതെല്ലാം ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. ഇതെല്ലാം ഇലക്ട്രോ മാഗ്നറ്റിക് ടെക്നോളജീസാണ് ഉപയോഗിക്കുന്നത്. അതൊക്കെ ഉപയോഗിക്കുന്ന ടെക്നോളജിയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ടെക്നോളജി. ഇവിടെ നമ്മൾ വന്ന സമയത്ത് ഒപ്റ്റിക്കൽ ടെക്നോളജി പറയുമ്പോൾ ഇവിടെ ലേസർ ബീംസ്, ലൈറ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ രണ്ട് ടെക്നോളജിയായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. നമുക്ക് ലാസ്റ്റ് പറയുന്ന കൂട്ടത്തിൽ ഇതെല്ലാം പറഞ്ഞതിന് ശേഷം തരംതിരിച്ച് പറഞ്ഞുതരാം. ഓക്കെ, അടുത്ത ഒപ്റ്റിക്കൽ ഡിസ്ക് കഴിഞ്ഞ് ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് ആൻ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ്. ഞാൻ നേരത്തെ പറയാൻ സൂചിപ്പിച്ച കാര്യം തന്നെയാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത്. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് ആൻ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ്. ഇതിനകത്ത് ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ് ഏതാണെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. DRAM ആണോ, ഫ്ലോപ്പി ഡിസ്ക് ആണോ, പഞ്ച് കാർഡ് ആണോ, DVD ആണോ? പഞ്ച് കാർഡ് എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് പഞ്ച് കാർഡ് റീഡർ. DRAM ആണോ, ഫ്ലോപ്പി ഡിസ്ക് ആണോ, DVD ആണോ എന്ന്. ഒപ്റ്റിക്കൽ സ്റ്റോറേജ് എക്സാമ്പിൾ ഞാൻ നേരത്തെ ഓൾറെഡി മെൻഷൻ ചെയ്ത് കഴിഞ്ഞു. ഒപ്റ്റിക്കൽ സ്റ്റോറേജ് എക്സാമ്പിളാണ് CD, DVD, പിന്നീട് ബ്ലൂറേ. ഫ്ലോപ്പി ഡിസ്ക് തന്നെ ഇവിടെ പറയരുത്. CD, DVD, ബ്ലൂറേ, ഇത് മൂന്നും എന്തിന് എക്സാമ്പിളാണ്? ഒപ്റ്റിക്കൽ സ്റ്റോറേജിന് എക്സാമ്പിളാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ത് വന്നിട്ടുണ്ട്? DVD എന്ന് വന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ ആൻസർ ഇത് PQ ആണ്. DVD എന്നാണ് അതിൻ്റെ ആൻസർ വന്നിരിക്കുന്നത്. പിന്നെ അടുത്തൊരു, അപ്പോൾ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് എന്താണെന്ന് കൃത്യമായി മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ലൈറ്റ് ഉപയോഗിക്കുന്ന സ്റ്റോറേജ്, ലൈറ്റ് അല്ലെങ്കിൽ ലേസർ ബീംസ് ഉപയോഗിക്കുന്ന സ്റ്റോറേജ് ആണെങ്കിൽ അതിന് നമുക്ക് എന്ത് വിളിക്കാം? ലേസർ ബീംസിന് സഹായത്തോടെ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ എന്ത് വിളിക്കാം? ഒപ്റ്റിക്കൽ സ്റ്റോറേജ് വിളിക്കാം. CD, DVD, ബ്ലൂറേക്ക് തന്നെ എക്സാമ്പിളാണ്. ഓക്കെ, നമുക്കടുത്ത സെക്കൻഡറി സ്റ്റോറേജിലേക്ക് പോകാം. ഫ്ലാഷ് മെമ്മറിയാണ്. ഫ്ലാഷ് മെമ്മറിയും ഒരു നോൺ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് ഡിവൈസാണ്. പെർമനൻ്റ് ആയിട്ട് നമുക്ക് വിവരങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാം. നമ്മളതിനെ പെൻ ഡ്രൈവ് എന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ ഫ്ലാഷ് ഡ്രൈവിനെ നമ്മൾ പെൻ ഡ്രൈവ് എന്നൊക്കെ പറയാറുണ്ട്. ഫ്ലാഷ് ഡ്രൈവിൻ്റെ കപ്പാസിറ്റി അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള കപ്പാസിറ്റി ഇല്ല. കോമൺലി നമ്മൾ 4GB, 2GB മുതലുണ്ട്, 4GB ഉണ്ട്, 8GB ഉണ്ട്, 30, അങ്ങനെ പല രീതിയിലുള്ള കപ്പാസിറ്റിയാണ്. അതുകൊണ്ട് ഒരു സ്പെസിഫിക് കപ്പാസിറ്റി എടുത്ത് പറയപ്പെടുന്നില്ല. CD-യും DVD-യും ഒന്നും പോലെ പല വേരി ചെയ്യുന്ന കപ്പാസിറ്റിയാണ്. പല കപ്പാസിറ്റി ഉള്ള ഫ്ലാഷ് ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ പെൻ ഡ്രൈവ് ഒക്കെ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇനി അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ പെൻ ഡ്രൈവിനകത്തും മെമ്മറി കാർഡ് ഇതെല്ലാം സെയിം കാറ്റഗറി നമുക്ക് പറയാൻ കഴിയും. ഇതിനകത്തൊക്കെ ഉപയോഗിക്കുന്ന ടെക്നോളജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെമി കണ്ടക്ടർ ടെക്നോളജിയാണ്. അതായത് ഫ്ലാഷ് മെമ്മറി ആയിക്കോട്ടെ, മെമ്മറി കാർഡ് ആയിക്കോട്ടെ, ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് എന്താണ്? സെമി കണ്ടക്ടർ ടെക്നോളജി വെച്ചിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അത് രണ്ടുകൂടെ ചേർത്താണ് ഞാൻ പറഞ്ഞത്. ഫ്ലാഷ് മെമ്മറി, ഇതുപോലെ മെമ്മറി കാർഡൊക്കെ ഇവിടെ ഉപയോഗിക്കുന്ന അറിയാം. മൊബൈൽ ഫോണിനകത്ത്, ഡിജിറ്റൽ ക്യാമറയ്ക്കകത്തും റോബോട്ട്സിനകത്തും ഒക്കെ ഈ സംഭവങ്ങളെല്ലാം ഈ ഫ്ലാഷ് മെമ്മറീസും അല്ലെങ്കിൽ മെമ്മറി കാർഡും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അടുത്തൊരു സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് ആണ് SSD. ഇത് സെമി കണ്ടക്ടർ ടെക്നോളജി തന്നെയായിട്ട് നമുക്ക് പറയാൻ കഴിയും. നമ്മൾ ഫ്ലാഷ് ഡ്രൈവും മെമ്മറി കാർഡും ഒക്കെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസാണ്. ഒരു പുതിയ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസായിട്ട് നമുക്ക് പറയാം സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഹാർഡ് ഡിസ്കിനേക്കാൾ ഫാസ്റ്റാണ്. ഹാർഡ് ഡിസ്കിനേക്കാൾ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് ഡിവൈസാണ് ഈ പറഞ്ഞിരിക്കുന്ന സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്. ഇതൊരു പുതിയ ടെക്നോളജിയാണ്. ഇപ്പോൾ ഇറങ്ങുന്ന ലാപ്ടോപ്പിനകത്തൊക്കെ, ലേറ്റസ്റ്റ് ഇറങ്ങുന്ന ലാപ്ടോപ്പിനകത്തും കമ്പ്യൂട്ടറിനകത്തുമൊക്കെ SSD ആണ്. ഹാർഡ് ഡിസ്കിന് അൾട്ടർനേറ്റ് ആയിട്ട് അവർ ഉപയോഗിക്കുന്നത് SSD ആണ്. അതിൻ്റെ ഉള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ സ്പീഡായിരിക്കും SSD ഉപയോഗിച്ച് കഴിഞ്ഞാൽ. പക്ഷേ എക്സ്പെൻസീവ് ആണ്. ഹാർഡ് ഡിസ്കിനേക്കാൾ എക്സ്പെൻസീവ് ആണ് സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് ടെക്നോളജി ഏതാണെന്ന് വെച്ചാൽ ഇതും ഏത് കാറ്റഗറി പറയാൻ കഴിയുന്നതാണ്. നമ്മൾ ഫ്ലാഷ് ഡ്രൈവ് പറഞ്ഞു, മെമ്മറി കാർഡ് പറഞ്ഞു, അതിനോടൊപ്പം തന്നെ നമുക്ക് ചേർത്ത് പറയാൻ കഴിയുന്ന ഒരാളാണ് ആര് സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്. ഇനി ഇതിനകത്ത് എക്സ്പെക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മൂന്നിനെ കാറ്റഗറൈസ് ചെയ്ത് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഇലക്ട്രോ മാഗ്നറ്റിക് ടെക്നോളജി. ഇലക്ട്രോ മാഗ്നറ്റിക് ടെക്നോളജിയിൽ പ്രവർത്തിക്കുന്ന സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസ് ഏതൊക്കെയാണ്? ഒപ്റ്റിക്കൽ ടെക്നോളജിയിൽ പ്രവർത്തിക്കുന്ന സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസ് ഏതൊക്കെയാണ്? സെമി കണ്ടക്ടർ ടെക്നോളജിയിൽ പ്രവർത്തിക്കുന്ന ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അത് കാറ്റഗറീസ് നോക്കുമ്പോൾ നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. നമ്മൾ ഹാർഡ് ഡിസ്ക് ഫസ്റ്റ് പഠിച്ച ഹാർഡ് ഡിസ്ക് ആണ്, ഫ്ലോപ്പി ഡിസ്ക്, മാഗ്നറ്റിക് ടേപ്പ്, ഇത് മൂന്നും നമുക്കൊരു രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ കഴിയും. ഇത് മൂന്നിനകത്ത് ഉപയോഗിക്കുന്ന ടെക്നോളജി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് ടെക്നോളജിയാണ്. എന്നോട് പറയാം ഹാർഡ് ഡിസ്ക്, മാഗ്നറ്റിക് ടേപ്പ്, ഫ്ലോപ്പി ഡിസ്ക്. ഇതിൽ മൂന്നിൽ ഉപയോഗിക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ടെക്നോളജിയാണ്. പിന്നെ നമുക്ക് രണ്ടാമത് പഠിച്ചത് ഒപ്റ്റിക്കൽ ഡിസ്കിനെ പറ്റിയാണ്. അവിടെ എല്ലാം അതിനകത്തെല്ലാം ഉപയോഗിക്കുന്ന ടെക്നോളജിയെ കാറ്റഗറൈസ് ചെയ്യാം ഒപ്റ്റിക്കൽ ടെക്നോളജിയാണ്. CD, DVD, ബ്ലൂറേ, അത് മൂന്നിനകത്ത് ഉപയോഗിക്കുന്ന ടെക്നോളജി ഏതാണ്? ഒപ്റ്റിക്കൽ ടെക്നോളജിയാണ്. ഓക്കെ, ലാസ്റ്റ് പറഞ്ഞ കാര്യങ്ങളിലേക്ക് വരാം. ലാസ്റ്റ് പറഞ്ഞത് സെമി കണ്ടക്ടർ ടെക്നോളജിയിൽ പ്രവർത്തിക്കുന്ന 3 സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസിനെ പറ്റിയാണ്. അതിനകത്ത് ആദ്യം പഠിച്ചത് നമ്മളെന്താണ് ഫ്ലാഷ് ഡ്രൈവ്സ് ആണ്, അതിനുശേഷം മെമ്മറി കാർഡ് പറഞ്ഞു, ഇപ്പം SSD പഠിച്ചു. അപ്പോൾ ഇത് മൂന്നും ഏത് ഗണത്തിൽപ്പെടുന്നതാണ്? സെമി കണ്ടക്ടർ ടെക്നോളജിക്ക് എക്സാമ്പിളാണ്. ഓക്കെ അല്ലയോ? അപ്പം സെക്കൻഡറി സ്റ്റോറേജിലെ പ്രധാനപ്പെട്ട ഡിവൈസസിനെ പറ്റിയാണ് നമ്മൾ ഇത്രയും പറഞ്ഞു കഴിഞ്ഞത്. ഓക്കെ, നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് സെക്കൻഡറി മെമ്മറി ആയിരുന്നു. പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക. ഓക്കെ, താങ്ക് യു.